സമാധാനമായിട്ട് ടി വി കണ്ടോണ്ടിരുന്ന എന്നോട് അങ്ങേര് ചോദിക്കുക, ഒന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് വന്നാലോ എന്ന്. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ഭാര്യമാരുടെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടും. എനിക്ക് അങ്ങനെ പൊട്ടാറില്ല, കാരണം എപ്പോൾ പുറത്തു പോയാലും എനിക്കുള്ള എട്ടിന്റെ പണി കിട്ടാറുണ്ട്. അങ്ങനെ ജസ്റ്റ് നമ്മൾ പെട്രോൾ അടിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മുടെ ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറി. അങ്ങനെ ഒരു മാസത്തിന് ശേഷം നമ്മൾ ചേച്ചീനെ പിള്ളേരൊക്കെ കണ്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അല്ലൂസിനാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കണം, നിൽക്കണം, കൊണ്ടോ ചാരണോന്ന് അറിയാൻ പാടാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. നമ്മുടെ അല്ലൂസ് കുറച്ച് അധിക ദിവസം ഇവരെ പിരിഞ്ഞു നിൽക്കുന്നത് ഇതാദ്യമായിട്ടാണ്. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസമാണ് ചേട്ടനും ചേച്ചിയും പിള്ളേരും വേറൊരു വീട്ടിലേക്ക് മാറിയത്. പിന്നെ നമ്മുടെ അല്ലൂസ് അടുത്ത മാസം മുതൽ അംഗനവാടിയിൽ പോവാണ്. അപ്പൊ അത് പ്രമാണിച്ച് നമ്മുടെ ചേച്ചി അല്ലൂസിന് ബാഗും കുറച്ച് കണക്കുണ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഇത് മൊത്തത്തിലൊന്ന് പരിശോധിച്ച് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ആവാത്തോണ്ട് ഞങ്ങൾ 3 പേരും കൂടി അത് തുറന്നു നോക്കുക. ബാഗിൽ ഒരു സ്ലേറ്റും ഒരു പാക്കറ്റ് പെൻസിലും ഒരു ബോക്സും ഒരു ടിഫിൻ ബോക്സും ഉണ്ടായിരുന്നേ. ഇതൊക്കെ കൂടി കണ്ടപ്പോൾ നമ്മുടെ അല്ലൂസിന് ഇപ്പൊ തന്നെ അംഗൻവാടിയിൽ പോയാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ ശരിക്കും അംഗൻവാടിയിൽ പോയി തുടങ്ങുമ്പോൾ എന്താവുന്നു തമ്പുരാനറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എട്ടിന്റെ പണിയാണ് ഇപ്പൊ ചട്ടിയിൽ കിടക്കുന്നത്. നമ്മൾ പെട്രോളൊക്കെ അടിച്ച് തിരിച്ച് വരുന്ന വഴിയാണ് മീൻകട കണ്ടത്. ചാളക്ക് വില കുറവ് കണ്ടായിരുന്നു. ചേട്ടനവിടെ ബ്രേക്ക് കിട്ടും. അങ്ങനെ ചാളയൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഒറ്റയിരിപ്പിന് നന്നാക്കേണ്ടി വന്നു. ഞാനിത് നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ചിന്തിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മേനൊക്കെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് കുറച്ച് കൊല്ലവും കൂടി കല്യാണം കഴിക്കാണ്ടിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചാള നന്നാക്കേണ്ടി വരുമായിരുന്നോ? ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കുറച്ച് വേപ്പില ഇട്ടിട്ട് ഈ മീൻ അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് മാറിക്കിട്ടും. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ട് പൊരിച്ചെടുത്ത സന്തോഷത്തിൽ ഞാനും അല്ലൂസും കുറച്ച് ചോറെടുത്ത് കുറച്ച് അധികം ചാള വറുത്തതും കൂടി എടുത്തിട്ട് ഒരു പിടി പിടിച്ചു. നമ്മുടെ ചേട്ടൻ വേറെ എന്തൊക്കെയോ പണിയിൽ ഏർപ്പെട്ടേക്കാണ്. അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ആൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.